കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള 27 കിലോമീറ്റർ നീണ്ടുനിന്ന മനുഷ്യച്ചങ്ങല തീർത്ത ജനസാഗരം. വരാപ്പുഴ, കോട്ടപ്പുറം, കൊച്ചി, എറണാകുളം, അങ്കമാലി അതിരൂപതകളിൽ നിന്നുള്ള അഭിമന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഇതര ക്രൈസ്തവ സഭാവിശ്വാസികളും മുനമ്പം സമരത്തെ പിന്തുണയ്ക്കുന്ന മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരും മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. 30,000-ഓളം വരുന്ന ജനങ്ങളാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നത്. വൈപ്പിൽ നിന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മനുഷ്യച്ചങ്ങല സമരം ഉദ്ഘാടനം നിർവഹിച്ചു. സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കാലിൽ സന്നിഹിതനായിരുന്നു. കർഷകരില്ലാതെയും കൃഷിയില്ലാതെയും മനുഷ്യന് നിലനിൽപ്പില്ലെന്ന് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി നടത്തിയ 10ാമത് അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകിയും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 10,000-ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാലാ ബിഷപ്പിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് 10 വർഷം മുമ്പ് അടുക്കളത്തോട്ട മത്സരം ആരംഭിച്ചത്. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ പ്രാപ്തരാക്കാൻ ഉതകുന്ന രീതിയിൽ തലശ്ശേരി അതിരൂപതയുടെ നൂതന സംരംഭമായ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടന കർമ്മം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെന്നും അതിനായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും പിതാവ് പറഞ്ഞു. മെസ്സേജർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർ ജോസഫ് തയ്യൽ ക്ലാസുകൾ നയിച്ചു. വിശുദ്ധ ചാവറപിതാവിനാൽ സ്ഥാപിതമായ CMI CMC സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ വിശുദ്ധ ചാവറ എവ്പ്രാസിയ ഓൺലൈൻ പ്രസംഗ മത്സരത്തിന്റെ സമ്മാന വിതരണം ചരിത്ര സംഗമമായി. വിദ്യാർത്ഥികളുടെ 5 വിഭാഗങ്ങളും അധ്യാപകർക്കുള്ള 1 വിഭാഗവും ഉൾപ്പെടെ 6 വിഭാഗങ്ങളായി നടത്തിയ മത്സരത്തിൽ CMI CMC സമൂഹങ്ങളുടെ കേരളത്തിലെ പ്രവിശ്യകളുടെ നേതൃത്വത്തിൽ 4200 പേരാണ് മത്സരത്തിൽ പങ്കുചേർന്നത്. KE സ്കൂളിൽ വെച്ച് നടന്ന അവാർഡ് ദാന സമ്മേളനത്തിൽ CMC വികാരി ജനറലും അജപാലന വകുപ്പ് മേധാവിയുമായ റെവറൽ ഡോക്ടർ ജോസി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗം മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ അമ്മമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച മാതൃവേദി സംഗമം ശ്രദ്ധേയമാകുന്നു. സംഗമത്തിൽ 118 ഇടവകകളിൽ നിന്നായി 1000-ഓളം അമ്മമാരാണ് പങ്കെടുത്തത്. തലശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. മാലിൻറ്റി മാത്യു ക്ലാസ് നയിച്ചു. താമരശ്ശേരി രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ജോസുകുട്ടി അത്തിനാട് അധ്യക്ഷത വഹിച്ചു. രൂപത മാതൃവേദി പ്രസിഡന്റ് സ്വപ്ന ഗിരീഷ്, ഗ്ലോബൽ മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോഷി, സിസ്റ്റർ ഷീന മേമന എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അമ്മമാരെ ആദരിച്ചു. കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി. മികച്ച പ്രവർത്തനം നടത്തിയ ഇടവകകളെ അഭിനന്ദിക്കുകയും ചെയ്തു. താമരശ്ശേരി രൂപതയിലെ 1700-ലധികം വരുന്ന വിശ്വാസ പരിശീലകർക്ക് വേണ്ടിയുള്ള തുടർ പരിശീലന പരിപാടിയായ പവർ സെല്ലിന്റെ 21ാമത് മീറ്റിംഗ് കാക്കാടംപൊയിൽ ദേവാലയത്തിൽ വെച്ച് നടന്നു. വൈകുന്നേരം 4:30 ആരംഭിച്ച പരിപാടി വൈകുന്നേരം 9 മണിക്കാണ് അവസാനിച്ചത്. താമരശ്ശേരി രൂപത ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ, രൂപത മതബോധന ഡയറക്ടർ ഫാദർ രാജേഷ് പള്ളിക്കാവൽ എന്നിവർ പ്രധാന ക്ലാസുകൾ നയിച്ചു. കൊല്ലം രൂപത പ്രത്യാശയുടെ ജൂബിലി സമാരംഭം ദിവ്യബലിക്ക് ശേഷം രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ഫിൽസൺ ഫ്രാൻസിസിന്റെ പുതിയ പുസ്തകമായ 33 നക്ഷത്രം മുതൽ ആകാശം വരെ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് നിർവഹിക്കുകയും ആദ്യ പതിപ്പ് ആലുവ കർമ്മലഗിരി സെമിനാരി വൈസ് റെക്ടർ ഫാദർ ഷാജി ജർമ്മന് നൽകുകയും ചെയ്തു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അവതാരിക എഴുതിയ പുസ്തകം കൊല്ലം രൂപത സെമിനാരി റെക്ടർ ഫാദർ സിയോൺ ആൽഫ്രഡ് ദൈവജനത്തിന് പരിചയപ്പെടുത്തി. ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്തു കൈകാര്യം ചെയ്ത വസ്തുക്കളിലൂടെ പ്രത്യാശയുടെ പാഠം പകർന്നു നൽകുന്ന പുസ്തകമാണ് 33 നക്ഷത്രം മുതൽ ആകാശം വരെ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലും ഭാരത കത്തോലിക്ക സഭയ്ക്കും കേരള കത്തോലിക്ക സഭയ്ക്കും നൽകിയിട്ടുള്ള വിശിഷ്ട സേവനങ്ങൾക്ക് ജെയിൽ ആൻസൺ ഫ്രാൻസിസിന് ഗ്ലോബൽ റോസറി ഗ്രൂപ്പ് ദുബായ് ചാപ്റ്റർ അവാർഡ്, CBCI നാഷണൽ കൗൺസിൽ ഫോർ വുമൺ ദേശീയ പുരസ്കാരം, KRLCC ഏർപ്പെടുത്തിയ പ്രഥമ വനിതാ ശാക്തീകരണ അവാർഡ്, CBCIയുടെ ദി ബെസ്റ്റ് റീജിയണൽ സെക്രട്ടറി അവാർഡ്, പ്രഥമ ഉമ്മൻചാണ്ടി സ്മൃതി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ റോസറി പ്രെയർ ഗ്രൂപ്പ് കോർഡിനേറ്ററും KRLCCയുടെ ദുബായ്, KRCയുടെ UAE
സ്ഥാപക പ്രസിഡന്റുമായ സ്റ്റീഫൻ ജോർജ് ലൂയിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുൻ KRLCC ദുബായ് വൈസ് പ്രസിഡന്റ് ബോണി ജെ സീനിയർ തുടങ്ങിയവർ ചേർന്ന് മൊമെന്റോ നൽകി ആദരിച്ചു. ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷം അറിയിച്ചുകൊണ്ട് 1000-ലധികം ക്രിസ്തുമസ് പാപ്പമാരാണ് കോഴിക്കോടിനെ ഇളക്കിമറിച്ച് മഹാ ക്രിസ്തുമസ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സമാധാനത്തിന്റെ സന്ദേശമായ പ്രാവുകളെ പറപ്പിച്ചാണ് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മാനവികതയെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഉയർത്തുവാനാണ് ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് തന്നെ സകലരും ജാതിമത ഭേദമന്യേ അംഗീകരിക്കുന്ന ഒരു സ്നേഹ സന്ദേശമാണ് ക്രിസ്തുവിൽ ഉള്ളതെന്ന് പിതാവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് സമാപിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് ചെറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പിണ്ടികുത്തി തിരുനാളനുബന്ധിച്ച് സന്ധ്യാപ്രാർത്ഥനയും ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ഇടവക കുടുംബതല ശുശ്രൂഷകളുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. തൃക്കൊടിത്താനം ഫൊറോന പള്ളിയിൽ നടന്ന ജൂബിലി വർഷാചരണത്തിൽ മാർ തോമസ് ചെറയിൽ പിതാവിനൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത ജനറൽ കൺവീനർ ഫാദർ ജോർജ് മാന്തുരത്തിൽ, ഫാദർ സ്മിത്ത് സാമ്പ്രിക്കൽ എന്നിവർ സഹകാർമ്മികരായി. സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും പിണ്ടികുത്തി തിരുനാൾ നടത്തി. ജൂബിലി പ്രാർത്ഥന ചൊല്ലി ജൂബിലി തിരി തെളിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.